ഇന്ത്യൻ പ്രവാസികൾക്കായി സൗദിയിലെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ജിദ്ദ കേരള പൌരാവലി സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികളുടെ ആശങ്കകൾ അകറ്റാനായി സംഘടിപ്പിച്ച ചർച്ചാ സംഗമത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും സംബന്ധിച്ചു. വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വര സമൂഹത്തിൽ അതിനുള്ള പ്രസക്തിയെക്കുറിച്ചും മാധ്യമപ്രവർത്തകൻ എം സജിത്ത് സംസാരിച്ചു. അനാവശ്യ ആശങ്കകൾ മാറ്റിവെച്ച് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് ഈ സമയം ശ്രദ്ധിക്കേണ്ടതെന്ന് SIR-ഉം പ്രവാസികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത പൌരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി ആവശ്യപ്പെട്ടു. 27 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 85,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട്. തിരിച്ചറിയൽ കാർഡുകളടക്കം ആവശ്യമായ ഔദ്യോഗിക രേഖകൾ ലഭ്യമാക്കാനും പുതുക്കാനും പ്രവാസികൾ ഏറെ പ്രയാസം അനുഭവിക്കുന്നു. ഇത് ലഘൂകരിക്കാൻ സൗദിയുടെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് പൌരാവലി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നടന്നുവരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ആശങ്കകൾ പങ്കുവെക്കുന്നതിനുമായി സംഘടിപ്പിച്ച ചർച്ചാ സംഗമത്തിലാണ് ഇതു സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖർ പ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വര സമൂഹത്തിൽ അതിനുള്ള പ്രസക്തിയെക്കുറിച്ചും മാധ്യമപ്രവർത്തകൻ AM സജിത്ത് സംസാരിച്ചു. അനാവശ്യ ആശങ്കകൾ മാറ്റിവെച്ച് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് ഈ സമയം ശ്രമിക്കേണ്ടതെന്ന് SIR-ഉം പ്രവാസികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത പൌരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി പ്രവാസികളോട് ആവശ്യപ്പെട്ടു. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും ചർച്ചാ സംഗമത്തിന്റെ ഭാഗമായി. ജലീൽ കണ്ണമംഗലം ചർച്ച നിയന്ത്രിച്ചു. കൺവീനർ വേണുഗോപാൽ അന്തിക്കാട്, മൻസൂർ വയനാട്, ഷെരീഫ് അറക്കൽ തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.